ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ബിരിയാണി ഓൾറെഡി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ. എന്നാലും ഇതൊരു വേറൊരു രൂപത്തിലാണ് ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ചെമ്മീൻ്റെ ഇത് റൈസിലാണ് പ്രധാനം. റൈസിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റോക്കൊക്കെ കൊടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറേ നേരം വെക്കൊന്നും വേണ്ട, ഇതൊന്ന് വെറുതെ ഒന്ന് നമ്മൾ പെട്ടെന്നൊന്ന് വറുത്തെടുക്കുകയാണ് ഇത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്, ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പെരുംജീരകം, ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, ഒരു ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്കൊന്ന് സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിന് ഞാൻ ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസിൻ്റെ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആ ചെമ്മീൻ്റെ നമ്മൾ തലയുടെ ഭാഗത്തുള്ള അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഹോൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ്, ഏലക്കായ, ഒരു ചെറിയ ജാതിപത്രി, കരയാമ്പൂ, കുറച്ച് സാജീരകം, ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളപ്പിച്ച് എടുക്കണം. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഈ ചെമ്മീൻ്റെ ഇതിൻ്റെ ഈ നല്ലോണം അതിലേക്ക് ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് വരണം. ഈ ഇതിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ആ ചെമ്മീൻ്റെ തലയൊക്കെ വേണമെങ്കിൽ മാറ്റാം. ഇതൊന്ന് മുഴുവനോടക്കനെ വേണമെങ്കിൽ അരിച്ചെടുക്കാം. നമ്മൾ ആ സ്റ്റോക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ആ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിൽ വേറൊന്നും ചേർക്കാനില്ല. ഹോൾ മസാലകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണ്. ഇനി നമ്മൾ അരി കൈമ റൈസാണ് എടുത്തേക്കുന്നത്. അരി കുറച്ച് നേരം കുതിർത്ത് നമ്മൾ ഊറ്റി വെച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. ഇനി അത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. എല്ലാ ചെമ്മീനും അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. ചെമ്മീനെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലോണം മൊരിച്ചൊന്നും വറക്കേണ്ട കാര്യമില്ല. പിന്നെ ചെമ്മീനാണെങ്കിൽ അധികം വേവില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മളെല്ലാ ചെമ്മീനും വറുത്തെടുത്തു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. നമുക്ക് മസാല ഉണ്ടാക്കാം. നമ്മൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി നെയ്യ്. കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഞാനത് ഒന്ന് മൊരിച്ചെടുക്കണുള്ളൂ. അതൊന്ന് മൊരിച്ചെടുക്കണം. നല്ലോണം മൊരിച്ചെടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കും. നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു 3 സവാള അരിഞ്ഞെടുത്ത് കൊടുക്കും. നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നാൽ നമുക്കതിലേക്ക്
ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്ക് ചതച്ചെടുക്കണ പോലെ പേസ്റ്റല്ല, ചതച്ചെടുത്തതാണ്. അതൊന്ന് അതേപോലെ അതിൻ്റെ പച്ചമണം മാറിന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി, പെരുംജീരകത്തിൻ്റെ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഇടാനുള്ളത് ബിരിയാണിയുടെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു 2 ടീസ്പൂണ് ബിരിയാണിയുടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞതിട്ടെടുക്കാം. ഇതൊരു വലിയൊരു തക്കാളിയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചെമ്മീനിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-10 വെളുത്തുള്ളി ആണ് ചതച്ചതാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലല്ലേ ബിരിയാണി ഉണ്ടാക്കണം. നമുക്ക് അളവ് കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആ തക്കാളി വേവണ വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മളത് തുറന്ന് നോക്കണം. ഞാനതൊന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മളൊന്ന് അതിലത്തെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. കുറച്ച് മസാലയിൽ ഉപ്പ് കുറവുണ്ട്, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി തക്കാളിയൊക്കെ ഒന്നും കൂടി വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി യോജിച്ച് വരണം. ആ ചെമ്മീൻ്റെ ഫ്ലേവർ മസാലയിലേക്ക് വരണം. അവസാനം കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെമ്മീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക, നെയ്യ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഇതിൽ ഉണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ ആവി കയറ്റുമ്പോൾ നമ്മളതിൽ അടിയിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി മസാല ഇട്ട് കൊടുക്കാം. ഇനി നമ്മളതിൻ്റെ മീതെ റൈസ് ഇട്ട് കൊടുക്കും. അതിൻ്റെ മീതെ ഒരു ലെയറും കൂടി നമുക്ക് ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ മീതെ കുറച്ച് ബിരിയാണിയുടെ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച്. ഇനി ഇത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുത്തു. അതെല്ലാം മിക്സ് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റാണ്.
എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ആ റൈസിന് നമുക്ക് ആ ചെമ്മീൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളതിൻ്റെ സ്റ്റോക്ക് എടുത്ത് ആ വെള്ളത്തിൽ നമ്മൾ സ്റ്റോക്കിൽ റൈസ് വേവിച്ചത് കൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.